നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രായം ഒരു പ്രധാന ചോദ്യചിഹ്നമായി തന്നെ നിന്നു. മുഖ്യമന്ത്രി ആയിരുന്നാൽ മാത്രമേ കുടുംബത്തിനെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയൂ. അങ്ങനെ ചെയ്താലേ തൻ്റെ കാലശേഷവും മക്കൾക്ക് അല്ലെങ്കിൽ മകൾക്ക് സ്വസ്ഥമായി സുഖമായി ജീവിക്കാനും പറ്റും. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നതോടെ പിണറായിക്ക് പാർട്ടിയിൽ സ്ഥാനം തന്നെ ഇല്ലാതെയാകും. കസേരയില്ലെങ്കിൽ തന്നെ ആർക്ക് എന്ത് വില? പിണറായിക്കാണെങ്കിൽ അത് നന്നായിട്ട് അറിയാം. കൂടെ നടക്കുന്ന ഓരോരുത്തരും തൻ്റെ പുക കാണാൻ ഏറെ താല്പര്യമുള്ളവരാണ് എന്ന്. പല സമ്മർദ്ദങ്ങളും പിണറായി പ്രായപരിധിയിൽ ഇളവ് വരുത്താൻ വേണ്ടി പയറ്റി. ഒന്നും അങ്ങ് ഏശാതെ നിൽക്കുമ്പോഴാണ് CPM വിട്ട് അലഞ്ഞു നടന്ന അൻവറിന്റെ കാര്യം പിണറായി ഓർക്കുന്നതും ആ വഴിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും. പുകഴ്ത്തുപാട്ടൊക്കെ ഇറക്കി അടപടലം പാളി നിൽക്കുമ്പോൾ ദൈവദൂതനായി എത്തിയത് അൻവർ തന്നെ. കാരണം അൻവറിന് പിണറായിസം അവസാനിപ്പിക്കണം, പിണറായിക്ക് കസേര പിടിക്കണം, അൻവറിസം അവസാനിപ്പിക്കണം. കട്ടയ്ക്ക് നിൽക്കുകയാണ് രണ്ടുപേരും. ഇതോടെ സമ്മർദ്ദം കൂടി, അല്ല BP ഉൾപ്പെടെയുള്ളവയൊക്കെ കൂടി സ്വഭാവം നഷ്ടപ്പെട്ട അൻവർ പിണറായിയെ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നു. അതെ, അത് തന്നെയാണ് കാര്യം. ഇതോടെ പാർട്ടിയും പെട്ടു എന്നുള്ളത് പിണറായിക്ക് നന്നായി മനസ്സിലായി. അങ്ങനെ ചെക്ക് വെച്ചിരിക്കുകയാണ് പാർട്ടിക്ക് പിണറായി. പിണറായിയായിട്ട് എനിക്ക് മത്സരിക്കണം എന്ന് പറയില്ല. പകരം പാർട്ടിക്ക് ഈ അവസ്ഥയിൽ മത്സരിക്കണമെന്ന് പറയേണ്ടി വരും. എൻ്റെ അമ്മോ, കാഞ്ഞ ബുദ്ധി തന്നെ. എന്തായാലും ഇതിനുള്ള അണിയറ നീക്കങ്ങൾ CPM-ലെ പിണറായി അനുകൂലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയിൽ പ്രായപരിധിയിൽ ഇളവ് നേടുകയാണ് ചെയ്യുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ പിണറായി ചില സൂചനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് ഇപ്പോൾ സംസാര വിഷയം. അൻവർ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അതിന് തൻ്റെ ഓഫീസിനെ ഉപയോഗിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ധർമ്മടത്ത് തനിക്കെതിരെ മത്സരിക്കാൻ അൻവർ സന്നദ്ധത പ്രകടിപ്പിച്ച കാര്യത്തോടുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ധർമ്മടത്ത് മത്സരിക്കണമോ എന്ന്, അതായത് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൻവർ അല്ലല്ലോ. ഇതിലൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയേണ്ടതുമില്ല. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊള്ളുമെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. മനസ്സിലായല്ലോ. ഇതിലൂടെ പാർട്ടി പറഞ്ഞാൽ വീണ്ടും നായകനാകുമെന്ന സന്ദേശം തന്നെയാണ് CPM അണികൾക്കൊക്കെ പിണറായി നൽകിയത്. CPM അണികൾക്ക് മാത്രമല്ല, നമ്മൾ മലയാളികൾക്കാകമാനം നൽകിയിട്ടുള്ളത്. അതായത് അടുത്ത തലവേദന വരാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ വോട്ട് കുത്തുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിലവിൽ CPM പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി. 75 വയസ്സ് എന്ന പ്രായപരിധി പിന്നിട്ടതുകൊണ്ട് പിണറായിക്ക് PB-യിലെ സ്ഥാനം ഒഴിയേണ്ടതുമുണ്ട്. എന്നാൽ പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര നേതൃയോഗങ്ങളിലൊക്കെ ഇനി ചർച്ചയാക്കും. ഈ ആവശ്യം പാർട്ടി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കും. ധർമ്മടത്ത് അൻവർ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് താനെന്ന സന്ദേശം CPM നേതാക്കൾക്ക് പിണറായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ധർമ്മടത്ത് താൻ മത്സരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് അൻവറിന്റെ വെല്ലുവിളി. അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ നിശബ്ദനാക്കാൻ ധർമ്മടത്ത് താൻ മത്സരിക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് പിണറായി ഉള്ളത്. ധർമ്മടത്ത് നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ അൻവറിനെ തോൽപ്പിക്കാൻ തന്നെയാണ് നീക്കം. അൻവർ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ മത്സരിച്ചില്ലെങ്കിൽ അതിനെ ഭയന്നുള്ള പിന്മാറ്റമായി തന്നെ വിലയിരുത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് വൻ മുന്നേറ്റം സുധാകരൻ ഉണ്ടാക്കിയിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ മേഖലയിൽ CPM-ന് വോട്ട് ചോർച്ചയുണ്ടായി. ഇതെല്ലാം കണ്ടാണ് ധർമ്മടത്തെ മത്സരം അൻവർ ചർച്ചയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് വീണ്ടും പിണറായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം കണ്ണൂരിലെ പിണറായി അനുകൂലികൾ തന്നെ നടത്തുകയാണ്. കേരളത്തിൽ ഭരണത്തിൽ ഹാട്രിക് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃമാറ്റം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ഇപ്പോഴേ CPM-ലെ ചില കേന്ദ്രങ്ങളിലുണ്ട്. ഇതും പിണറായിക്ക് തുണയാകും. ബംഗാളിൽ CPM തുടർച്ചയായി ഭരണത്തിൽ ഇരുന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി ജ്യോതി ബസു ആയിരുന്നു. ജ്യോതി ബസുവിനെ മാറ്റി ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രി ആയതോടെ ബംഗാളിൽ CPM-ന് അടിതെറ്റി. ജ്യോതി ബസുവിൽ നിന്ന് ബുദ്ധദേവിലേക്കുള്ള മാറ്റം ബംഗാളിലെ ജനത ഉൾക്കൊണ്ടില്ല. ത്രിപുരയിലും ഇപ്പോൾ ഭരണമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം CPM-ന് കൈവിട്ട് കളയാൻ കഴിയില്ല തന്നെ.
ഈ സാഹചര്യത്തിൽ പിണറായി ക്യാപ്റ്റനായി തന്നെ തുടരുന്നതാണ് നല്ലതെന്ന വാദമാണ് CPM-ൽ സജീവമാകുന്നത്. CPM-ൽ 75 വയസ്സ് പ്രായപരിധി ഒഴിവാക്കില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ പറയുന്നുണ്ട്. 75 വയസ്സ് പ്രായപരിധി ഒഴിവാക്കണമെന്ന ഭേദഗതി പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ തള്ളുകയും ചെയ്തു. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും 75 കഴിഞ്ഞ നേതാക്കളൊക്കെ പുറത്താകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 75 വയസ്സ് കഴിഞ്ഞവർ പൊളിറ്റ് ബ്യൂറോയിൽ തുടരണമോ എന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നായിരുന്നു ആ യോഗത്തിലെ തീരുമാനം. നിലവിൽ പിണറായിയെ കൂടാതെ പൊളിറ്റ് ബ്യൂറോയിലുള്ള നിരവധി നേതാക്കൾ പ്രായപരിധി പിന്നിട്ടവരാണ്. 17-അംഗ PB-യിൽ 7 പേർ 75 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുർജികാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷിണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. കഴിഞ്ഞ സമ്മേളന കാലത്താണ് CPM 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കിയത്. എന്നാൽ പ്രായപരിധിയിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കമ്മിറ്റിക്കുള്ളിൽ അനുഭവ സമ്പത്തുള്ളവർ വേണമെന്ന് തന്നെയാണ് എതിർക്കുന്നവരുടെ പ്രധാന വാദം. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുൻ മന്ത്രി G സുധാകരൻ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി നിർബന്ധമാക്കരുതെന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ പിണറായി മാറിയാൽ അതേ കരുത്തുള്ള ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ പകരത്തിന് ആരുമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. പിണറായിയുടെ സ്വാഭാവിക പകരക്കാരനെന്ന് എല്ലാവരും കരുതിയത് കോടിയേരിയെയാണ്. ഈ സാഹചര്യത്തിൽ കരുത്തനായ ഒരു പടത്തലവനില്ലാതെ മത്സരിച്ചാൽ 2026-ൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. അതുകൊണ്ട് മികച്ച ഭരണമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ എന്ന സന്ദേശം അടുത്ത തിരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പിണറായി തന്നെ നയിക്കണമെന്ന വാദമാണ് CPM-ൽ മുൻതൂക്കമുള്ളത്. പാർട്ടി സമ്മേളനത്തിലും പിണറായി സജീവമാണ്. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ താരമായതും എല്ലാം നിയന്ത്രിച്ചതും പിണറായി നേരിട്ടാണ്. ഇനിയുള്ള ജില്ലാ സമ്മേളനത്തിലും പിണറായി നിറഞ്ഞു തന്നെ നിൽക്കും. സംസ്ഥാന സമ്മേളനത്തിലും തനിക്ക് അനിഷ്ടമായതൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനൊക്കെ ശേഷമാകും കേന്ദ്രത്തിൽ നിന്നും പ്രായപരിധിയിൽ ഇളവ് ഉറപ്പാക്കുക. CPM ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ പഴയ പോലത്തെ കരുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി തന്നെയാകണം അടുത്ത തിരഞ്ഞെടുപ്പ് നയിക്കേണ്ടതെന്ന തീരുമാനം കേരള പാർട്ടി എടുത്താൽ അത് ഡൽഹി നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വരും. നന്ദി.